ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത്തിരി നേരം വൈകിട്ടൊക്കെ തന്നെയാണ് എഴുന്നേറ്റത്. ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ തിളച്ചു കേട്ടോ, ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പയറിൻ്റെ ഇല തോരനും അതുപോലെ തന്നെ കോവയ്ക്ക ഫ്രൈ, രസം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കറികളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ പയറിൻ്റെ ഇല അരിഞ്ഞ് അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞു കേട്ടോ ചെറുതായിട്ട്, അതിൻ്റെ ആ കട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി തളിരില വേണം നമ്മൾ പയറിൻ്റെ ഇല ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിഞ്ഞത് ഇത്തിരി വലിപ്പം കൂടിപ്പോയി, ചേട്ടനായിരുന്നു അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ നേരത്തെ എഡിറ്റ് ചെയ്യായിരുന്നു, അത് കാരണം കൊണ്ട് കാണാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ കറിയുടെ പരിപാടിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് മൂപ്പിച്ച് വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ച് പയറിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കമൻറ്റ് കണ്ടു, ഞാൻ കാണാപ്പാടം പഠിച്ച് പറയണ പോലെ ഫീൽ ചെയ്യണമെന്ന്. കുറ്റമായിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ, അങ്ങനെ പറയുന്നതൊന്നുമല്ല. പിന്നെ ചിലപ്പോൾ ഇത്തിരി സ്പീഡൊക്കെ കൂടിപ്പോകും. തൃശ്ശൂർ ഭാഷയല്ലേ, എന്താ പറയുക, ഇത്തിരി അച്ചട്ടി ഭാഷയോട് സാമ്യം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുള്ള ഒരു ചിലപ്പോൾ എല്ലാവരും അല്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ ഈ വീഡിയോസിലും സിനിമയിലും ഒക്കെ കാണുന്ന പോലെയല്ലല്ലോ തൃശ്ശൂർ ഭാഷ. സിനിമയിലൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വാക്കുകൾ വളച്ചൊടിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ പറയണത് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയണതിൽ വല്ല തെറ്റുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പോൾ കാണാപ്പാടം പഠിച്ച് പറയുന്നതൊന്നല്ല, അങ്ങനെ പറഞ്ഞു പോണതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യോ വീഡിയോ കയറണമെന്നൊക്കെ പറഞ്ഞു. വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് പൈസയൊക്കെ ഇറക്കണം. ഇപ്പോൾ എനിക്ക് പൈസ ഇറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ടി പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്കത് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അത് തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പും നമുക്കില്ല. നമുക്ക് പരീക്ഷണത്തിൽ ചെയ്യാം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കടം മേടിക്കാത്ത പൈസയാവണം, നമ്മുടെ കയ്യിലുണ്ടാവണ പൈസയാവണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല. കടം മേടിക്കാനും സ്ഥലമില്ല ഇപ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ വീട് പണിക്ക് അത്യാവശ്യം കടം മേടിച്ചിട്ടൊക്കെ തന്നെയാണ് വീട് ഇത്രയും കയറ്റിയിരിക്കുന്നത്. അത്രയ്ക്കൊക്കെ തന്നെ വരുമാനമൊക്കെ തന്നെ എനിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അടഞ്ഞു തീരാൻ കുറച്ചും കൂടി ഒരു ടൈം വേണം. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ വെറൈറ്റികളൊന്നും ചെയ്യാണ്ട് ഞാൻ എൻ്റെ ജീവിതമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ജീവിതം, നമുക്കൊരു വീടൊക്കെ പണിത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി എങ്ങനെ ജീവിക്കുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കടം മേടിച്ച് ആർഭാടം കാണിച്ച് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കാട്ടിക്കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കാട്ടാനിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ വ്ളോഗ് ഇടുന്നു, ഷോർട്ട് വീഡിയോകൾ ഇടുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ എന്ന് പറയുന്നത്, ഷോർട്ട് വീഡിയോ തന്നെ ആദ്യം കാണിക്കണോണ്ട് രസത്തിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ സാധാരണ പോലെ സംസാരിക്കുന്നത്. പിന്നെ ഇത് ശബ്ദം റെസിപ്പി വേണമെന്നുള്ളവർ എൻ്റെ ശബ്ദം ഒന്ന് ഓഫാക്കിയിട്ട് കണ്ടാൽ മതി, റെസിപ്പി മനസ്സിലാവും. അപ്പോൾ യൂട്യൂബിൽ ആദ്യം ഷോർട്ട് വീഡിയോകൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളത് സ്ക്രോൾ ചെയ്ത് പോവും. സ്ക്രോൾ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴാവും അയ്യോ നമ്മുടെ ടൈം പോണു. പിന്നെ നമ്മൾക്ക് വലിയ വീഡിയോകൾ കാണാൻ ടൈമില്ല. കൂടുതലും അതാണ് സംഭവിക്കുന്നത്. കൂട്ടുകാർക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏത് വ്ളോഗർമാർക്കായാലും സാധാ എന്നെപ്പോലുള്ള വ്ളോഗർമാർക്കൊക്കെ കേട്ടോ വ്യൂസ് പൊതുവെ കുറവാണ്. പിന്നെ എന്താ പറയുക, പിന്നെ വെറൈറ്റി ചെയ്യുന്നവർക്കൊക്കെ വ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ. അപ്പോൾ എനിക്ക് പറ്റണ പോലെ തന്നെ ഞാൻ വ്ളോഗ് ചെയ്യണു. ഇനി മാറ്റം വരുത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ കുറച്ചും കൂടി ഒന്ന് ടൈം എനിക്ക് വേണം. അതുകൊണ്ടാണ്, അതുവരെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക. എന്താ പറയുക, ഇത്രയ്ക്കൊക്കെ തന്നെ പറയാനുള്ളൂ എനിക്ക്. രസം അതിനിടയ്ക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ മുറ്റത്ത് പോയി മുറിച്ച് കൊടുന്ന് അത് ഇട്ട് കൊടുത്തു കേട്ടോ. മറ്റേ മല്ലിയില ഉണ്ടായിരുന്നില്ല, നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില. പിന്നെ കുഴപ്പമില്ലല്ലോ, കുറച്ച് കായപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരു കോവയ്ക്ക ഫ്രൈ ആണ്, സിമ്പിളായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണുള്ളൂ. ഈ ഇട്ടത് ഞാൻ രസത്തിൻ്റെ പൊടിയാണ് കേട്ടോ, രസത്തിൻ്റെ പൗഡർ ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. പയറിൻ്റെ ഇല അത്യാവശ്യമായിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടിയിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക, അത്രയേ ഉള്ളൂ. പയറിൻ്റെ ഇല എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, തളിരില വേണം, അല്ലെങ്കിൽ ഒരു കയ്പ്പിൻ്റെ ടേസ്റ്റ് വരും ആദ്യത്തിന്. പിന്നെ പയറിൻ്റെ ഇലയും മുരിങ്ങയുടെ ഇലയും ഇത്തിരി അങ്ങനത്തെയൊക്കെ ആട്ടോ കൂടുതലിഷ്ടം. അങ്ങനെ രസത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി കോവയ്ക്കര പരിപാടി, അതൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മൾ ഫിഷിനെ എങ്ങനെയൊക്കെ വെറൈറ്റികളായിട്ട് ചെയ്യാൻ പറ്റുമോ അതേപോലൊക്കെ തന്നെയാണ് കേട്ടോ കോവയ്ക്കും. ഇന്ന് വെജിറ്റബിളുകാർക്ക് ഇഷ്ടമുള്ള ഒരു കറികളൊക്കെയാണ്, ഒരു കോംബോ ആണെന്ന് പറയാം ഇന്നത്തെ കറികളൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് സാമ്പാർ കഷ്ണം വാങ്ങിച്ചതിൽ കുറച്ച് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ കോവയ്ക്ക. അപ്പം ഇനി ഇത് തന്നെ ഒരു ചാറുകറി ഇത്രയും പെരുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ചിലവാവില്ല, അതിൽ കഷ്ണമൊക്കെ എടുത്ത് കളയും. പിന്നെ ഇതൊരു ഉപ്പേരി വെക്കാനുള്ളതായിട്ട് ഇല്ലാനും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ,
എന്താ പറയുക രസം ഇത് തന്നെയല്ലോ ഉള്ളൂ. കണ്ണിമാങ്ങ അച്ചാറും കൂടി ഉണ്ട് നമ്മുടെ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു കോവയ്ക്ക ഫ്രൈയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തു കേട്ടോ. നാലായിട്ടല്ല, കനം കൂടിയത് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടുക. കനം കൂടിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ കിടക്കും, ഉള്ളിലേക്ക് മസാല പിടിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് സിമ്പിളായിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. പക്ഷേ ഞാനിതിൽ സിമ്പിളായിട്ട് ചെയ്തു. ഇത്രയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. കൂടുതൽ മസാലയാകുമ്പോൾ ഉപ്പിട്ടുണ്ട്, അതിൽ ഇല്ലായില്ല. കൂടുതൽ മസാലയാകുമ്പോൾ ഫ്രൈ ആവാൻ ഇത്തിരി ടൈം പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. മീൻ വറക്കണ പോലൊക്കെ തന്നെ അത്രയും തന്നെ വെളിച്ചെണ്ണയൊക്കെ മതി. അങ്ങനെ ഓവർ വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് വഴുതനങ്ങയും ഫ്രൈ ആക്കാം. വഴുതനങ്ങ ഇവിടെ കറി വലിയൊരു ഓട്ടമില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് വഴുതനങ്ങയും ഞാനിങ്ങനെ ഫ്രൈ ആക്കാറുണ്ട്. അതേപോലെ കായ നമുക്കിതേപോലെ ഫ്രൈ ആക്കാം. വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. നോൺ വെജ് കഴിക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ചിലപ്പം. അപ്പോൾ അതാ ഇന്നത്തെ റെസിപ്പികളൊക്കെ ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചെമ്മീൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ചെമ്മീൻ പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാകുമ്പോൾ നമുക്ക് അപ്പോൾ ചെയ്യണ്ടല്ലോ, പൊടിച്ച് ഇത്തിരി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെമ്മീൻ പൊടിക്കുമ്പോൾ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വറുത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇപ്പോൾ എനിക്ക് ടൈമില്ലാത്ത കാരണം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. നമ്മൾ പകൽ വിടില്ല. ചെമ്മീനൊക്കെ വെയിലത്തിട്ടിട്ട് പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്താ ഒന്ന് കഴുകിയെടുത്ത് ചീനച്ചട്ടി എടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാട്ട്, നനച്ച കാരണം കൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാട്ട് വറുത്തെടുത്തു. അപ്പോൾ നല്ല കിളികിലെന്ന് സൗണ്ട് കേൾക്കണ വരെ വറുത്തെടുക്കണം കേട്ടോ, എന്നാലാണ് നന്നായിട്ട് പൊടിയോളം. അപ്പോൾ അതങ്ങനെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ മിക്സി ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് വറുക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ചേട്ടൻ വന്നിട്ടുണ്ട്, വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഇത്തിരി ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിശന്നിട്ട്. പിന്നെ അടുക്കളയിൽ പാത്രം കഴുകലും അടുക്കള തുറക്കലും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അത് മിക്ക ദിവസം ഇടണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് വേണ്ടെന്ന് വെച്ചാൽ എന്നും കണ്ട് മടുക്കില്ലേ കൂട്ടുകാർക്ക്. പാവങ്ങൾ എന്നെ സഹിക്കല്ലേ നിങ്ങളല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്. അങ്ങനെ വാചകം അടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെമ്മീൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പ്ലാസ്റ്റിക് ബൗളിലേക്ക്, അടപ്പുള്ളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ നമുക്കത് ആവശ്യത്തിനല്ലേ എടുക്കണ്ടോ. അപ്പോൾ ചെമ്മീൻ പൊടി എന്ന് പറയുന്നത് നമുക്ക് ഒരു നുള്ളേ എടുക്കേണ്ട ആവശ്യമുള്ള ചോറുണ്ണാനൊക്കെ. എന്തെങ്കിലും ഒരു കറി ഉണ്ടാവുമല്ലോ, ഇത് തന്നെ കൂട്ടിയിട്ട് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കില്ല. തന്നെ കൂട്ടിയിട്ട് കഴിക്കാട്ടോ. ഇത് അങ്ങനെ തന്നെ ചോറിലേക്ക് ഇട്ട് ഇത്തിരി ഉപ്പ് ചോറിൽ ഉപ്പിടണവർ രണ്ടാമത് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ചോറിൽ ഉപ്പിടാത്തവരെ ഇത്തിരി ഉപ്പും കൂടി കൂട്ടി തിരുമ്മി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് ചോറൊക്കെ നമുക്ക് ഇത് കൂട്ടി തന്നെ കൊണ്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തു. വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കണില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് എന്നിട്ട് ആവശ്യം നേരത്ത് എപ്പോഴാണ് നമ്മൾ കഴിക്കണത് അത്രയും ആവശ്യത്തിനനുസരിച്ചുള്ളൊരു പൊടി ഇത്തിരി പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് അങ്ങനെയാണ് കേട്ടോ അത് കഴിക്കുക. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ അധികം ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് റെസിപ്പി ഒന്ന് പറഞ്ഞ്. ചില റെസിപ്പികളൊക്കെ അങ്ങനെയല്ലേ, ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ പറയുമ്പോൾ പലർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അത് തന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസൊക്കെ കിട്ടാറൊക്കെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ ഇത് ഇടണോ, ഇത് ഷോർട്ട് വീഡിയോ ഇടണോ എന്നൊക്കെ വിചാരിക്കുന്ന റെസിപ്പികൾ വേണ്ട എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് പിന്നെ എന്തായാലും കിടക്കട്ടെ, ഷൂട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഷോർട്ട് വീഡിയോ ഇടും. അപ്പോൾ അതിന് നല്ല വ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ് എപ്പോഴും കൂടുതൽ വ്യൂസ് കിട്ടാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഷോർട്ട് വീഡിയോകൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ വലിയ വീഡിയോകൾക്ക് കിട്ടിയായിരുന്ന അത്രയും വ്യൂസ് ഷോർട്ട് വീഡിയോകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം. അപ്പം ഞാൻ കൂട്ടുകാർക്കൊക്കെ സമയക്കുറവ് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി എന്നും ഈ ഡേ ഇൻ മൈ ലൈഫ് തന്നെയല്ലേ കാണിക്കണേ അല്ലേ. പിന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആക്കണം തുടയ്ക്കണമൊന്നുമില്ല, പക്ഷേ കുറേ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ. എന്നാൽ ഫ്രിഡ്ജിലിട്ട അധികം ഐറ്റംസ് ഇല്ലാനും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഒതുക്കി വയ്ക്കുക, അതിൽ കളയേണ്ടതൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ഫ്രിഡ്ജിൽ പിന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പലതും എടുത്തു വയ്ക്കും, പിന്നെ അത് മറന്നു പോകും. അങ്ങനെ ഒരാഴ്ചയൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എത്തുമ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജ് എല്ലാതും ഒന്ന് പുറത്തേക്ക് എടുത്തിച്ച് നോക്കും കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കാനാണ്. പിന്നെ അത് ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് സോയ, മുട്ട, പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേട്ടൻ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതൊരു വലിയ പാത്രം എടുത്തൊക്കെ അതിലേക്ക് ഇട്ട് വെച്ചു. മുട്ടയ്ക്ക് വേറെ പാത്രം ഉണ്ട് കേട്ടോ. നമുക്കത് ഗിഫ്റ്റ് കിട്ടിയാലൊരു ബോക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തു വെച്ചു. പിന്നെ ഞാൻ
നമ്മുടെ ഫ്രിഡ്ജല്ല അതെടുത്ത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴാണ് 2-3 നാളികേരം എന്താ പറയുക കാൽഭാഗം വെച്ചിട്ട് ഒന്നും കേടായിട്ടൊന്നുമില്ല. നാളെ അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ സൺഡേയിൽ വെച്ച കായത്തോലുണ്ടല്ലോ, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അതെന്തായാലും നാളെയോ മറ്റന്നാളോ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വഴുതനങ്ങയും കൂടി മേടിക്കുന്നുണ്ടായിരുന്നു. വെജിറ്റബിൾ ഈ പ്രാവശ്യം വാങ്ങിച്ചാൽ പിന്നെ തക്കാളിയും വെണ്ടക്കായൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ചേട്ടൻ നാളെയോ മറ്റന്നാളൊക്കെയാണ് വെജിറ്റബിൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ആ 2 പാത്രത്തിൽ കുറേശ്ശെ ചോറ് വൈകുന്നേരം പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. 2 പാത്രത്തിലുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ചപ്പാത്തിയൊക്കെ എന്നോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ പൂത്തു തുടങ്ങി. അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം. പിന്നെ ചോറ് നോക്കിയപ്പോൾ കേടായിട്ടൊന്നുമില്ല. അപ്പം ഞാനതൊന്നും കൂടി കഴുകി പിഴിഞ്ഞെടുത്ത് ഇത്തിരി ചെമ്മീൻ പൊടിച്ച് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വീണ്ടും കൊണ്ടു കൊടുത്തു കേട്ടോ. അവർക്ക് ഞാൻ ഈ ചെമ്മീൻ ഇങ്ങനെ വറക്കണം, സ്മെല്ലൊക്കെ വന്നപ്പോഴേ നിൽക്കക്കള്ളിയില്ല, അവർക്ക് ഇപ്പം കിട്ടണം. അപ്പം ഞാൻ അപ്പോൾ എന്തായാലും ഈ ചോറ് കളയണേറ്റ് നല്ലത് അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇത്തിരി ചെമ്മീനും കൂടെ പിടിച്ചിട്ട് അവറ്റൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് തുടയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ തുടയ്ക്കാൻ എനിക്ക് ടൈമില്ല. ഇനി എഡിറ്റിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അത് കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാമായിരുന്നെങ്കിൽ എൻ്റെ വ്യൂസൊക്കെ അടിപൊളിയായിട്ട് എത്തിയാനേട്ടോ. അങ്ങനെ ചില വ്ളോഗർമാരെങ്കിലും അങ്ങനെയുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ എന്തോ എനിക്കങ്ങനെ എൻ്റെ സങ്കടങ്ങളൊന്നും ഞാനിതിലധികം ഷെയർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. പതുക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ നല്ലോണം മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ ക്ഷമിക്കാൻ എന്നോട്, എനിക്ക് പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അതാ ഈ വർത്താനം പറയണതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ റെഡിയാക്കുന്നുണ്ട്. കളയാനുള്ളതൊക്കെ കളഞ്ഞു. പിന്നെ ബൗളുകളൊക്കെ എടുത്ത് കഴുകാനായിട്ടിട്ടു. കുടംപുളി തന്നെ 2-3 പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് വെച്ചിരിക്കുകയാണ് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കറികൾക്ക് എടുക്കുമ്പോൾ ഒരു കഷ്ണം കൂടുതലായിട്ട് തോന്നും നമ്മൾ ഇടുമ്പോൾ. അപ്പോൾ ഒരെണ്ണം എടുത്ത് വെള്ളത്തിട്ട് കുതിർത്തല്ലേ, ഇനി തിരിച്ച് ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം, കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൽ വയ്ക്കും, ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെയായിട്ട് അതും ഉണ്ട് 2 പാത്രത്തിൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിലാക്കി ഒക്കെ കാണാൻ പാകത്തിനൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോരുത്. ഇന്ന് നാളെ കാണാം.